അവസരങ്ങൾക്കൊപ്പവും അതേ അളവിൽ തന്നെ വെല്ലുവിളികളും ഉണ്ടാകും. 16 വർഷങ്ങൾക്ക് മുൻപ് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴും സ്ഥിതി വിഭിന്നമായിരുന്നില്ല. സാമ്പത്തിക ഞെരുക്കം, തൊഴിലിലുള്ള പരിചയക്കുറവ്, സമൂഹത്തിന്റെ പരിഹാസം തുടങ്ങി വെല്ലുവിളികളുടെ ചൂതാട്ടമായിരുന്നു. പക്ഷേ ഈ സ്ത്രീകളുടെ നിശ്ചയദാർഢ്യത്തിനും സംഘബോധത്തിനും മുന്നിൽ വെല്ലുവിളികൾ ഓരോന്നായി തോറ്റുമടങ്ങി. പ്രതിബന്ധങ്ങളെ പുഞ്ചിരി കൊണ്ട് നേരിട്ട സ്ത്രീ സമരങ്ങളുടെ കഥ പറയുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ 2ാം ഘട്ട മത്സരവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാടിന്റെ കുടിയേറ്റ ഗ്രാമമാണ് കരിമ്പ. ആദ്യ റൗണ്ടിൽ 75 മാർക്കാണ് കരിമ്പ CDS സ്വന്തമാക്കിയത്. സ്വാഗതം ചെയ്യാം പാലക്കാട് ജില്ലയിൽ നിന്നെത്തിയ കരിമ്പ CDSനെ ദൂരദർശന്റെ 2ാം ഘട്ട മത്സരവേദിയിലേക്ക്. കരിമ്പ CDSന്റെ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്ത്രീരത്നങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് ചന്ദ്രിക, ME കൺവീനറാണ്. പേര് മേഴ്സി ജോസഫ്, CDS വൈസ് ചെയർപേഴ്സൺ. എന്റെ പേര് ബിന്ദു പ്രേമൻ, ഞാൻ CDS ചെയർപേഴ്സണാണ്. എന്റെ പേര് രാജലക്ഷ്മി, സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ. MK മുഹമ്മദ് ഇബ്രാഹിം, കരിമ്പ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. നമുക്ക് ഇന്നത്തെ വിധികർത്താക്കൾ ആരൊക്കെയാണെന്നറിയാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ് ബോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എന്റെ ഭൂമി ട്രസ്റ്റിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ നിവേദിത P. ഹാൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി ഇനി സുകുമാർ, മലയാളം സർവകലാശാല പ്രാദേശിക പഠന കേന്ദ്രം മേധാവി പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ. വിധികർത്താക്കൾക്കൊപ്പം കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും CDS ചെയർപേഴ്സൺമാരും അടങ്ങുന്ന നിരീക്ഷക പാനലും ഇന്ന് നമുക്കൊപ്പമുണ്ട്. നമുക്കിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹരിതസേന, ആശ്രയ, സംഘകൃഷി ഇങ്ങനെ 3 മികച്ച പദ്ധതികളുമായാണ് കരിമ്പ CDS ആദ്യ റൗണ്ടിൽ താരങ്ങളായത്. ഈ ദൃശ്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ. മണ്ണറിഞ്ഞ് വിത്തെറിഞ്ഞിരുന്ന പാലക്കാടൻ ഗ്രാമങ്ങളിൽ വീണ്ടും കൃഷിയുടെ കേളികൊട്ട് ഉയരുകയാണ്. കരിമ്പ പഞ്ചായത്തിലെ ഹരിതസേനയാണ് മണ്ണിനെ വീണ്ടും നെഞ്ചോട് ചേർക്കാൻ കൃഷിക്കാരന് പ്രചോദനമാകുന്നത്. മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജനപ്പെടുത്തി പഞ്ചായത്തിലെ 33 പേർക്ക് യന്ത്രവൽകൃത കൃഷി പരിശീലനം നൽകി. ഉഴാനും നടാനും മരുന്നിടാനും കൊയ്യാനും അങ്ങനെ മണ്ണറിഞ്ഞു പണിയെടുക്കുന്ന ഒരു കൂട്ടർ കരിമ്പയുടെ വിളയായി. നെൽകൃഷിക്ക് മാത്രമല്ല, കാടുവെട്ടാനും ഹരിതസേനയെ. തെങ്ങ് കയറ്റക്കാർക്കും നാട്ടിൽ നല്ല ഡിമാൻഡാണ്. സ്വന്തം വീട്ടിലെ മാത്രമല്ല, പരിചയക്കാരുടെ വീടുകളിലും തേങ്ങയിടാൻ പോകുന്നുണ്ട് ഹരിതസേനയിലെ പെണ്ണുങ്ങൾ. കൂട്ടായ്മയാണ് കുടുംബശ്രീയെങ്കിൽ അതിന്റെ ഉത്തമ മാതൃകയാണ് പാലക്കാട്ടെ മലയോര ഗ്രാമമായ കരിമ്പ. തലച്ചോറിൽ ട്യൂമർ ബാധിച്ച സീനത്ത് എന്ന കൂലിപ്പണിക്കാരിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് കുടുംബശ്രീയുടെ കൂട്ടായ്മയാണ്. സീനത്തിനെ പോലെ ജീവിതയാത്രയിൽ ഇടറി വീണവരെ സഹായിക്കാൻ കരിമ്പയിലെ കുടുംബശ്രീക്കാർ എപ്പോഴും സന്നദ്ധരാണ്. 250-ലധികം കുടുംബങ്ങളാണ് ഇവിടുത്തെ ആശ്രയ പദ്ധതിയിലുള്ളത്. 5 വയസ്സുള്ളപ്പോൾ പോളിയോ ബാധിച്ച മോഹനന് ആശ്രയയും വൃദ്ധരായ അമ്മയും ചെറിയമ്മയും മാത്രം. ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം മൂല്യങ്ങൾ കൈവിടുന്ന സമൂഹത്തിന് തിരിച്ചുപിടിക്കാനും കരിമ്പ പഞ്ചായത്ത് മുൻകൈയെടുക്കുന്നു. മുതിർന്നവരെ സ്നേഹിക്കാനും ആദരിക്കാനും പുതുതലമുറയെ പഠിപ്പിക്കുക വഴി നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴി നടത്തുകയാണ് ഈ കൂട്ടായ്മയിലൂടെ കരിമ്പ ലക്ഷ്യമാക്കുന്നത്. കരിമ്പയിലെ ഏലകൾ കണ്ടാൽ കൃഷിയെ സ്നേഹിക്കുന്ന ആരും കൊതിച്ചുപോകും. ലക്ഷ്മി സംഘകൃഷിയിൽ ഏത്തനും ചെങ്കതളിയും ഞാലിപ്പൂവനും മൈസൂർ പൂവനും വിളഞ്ഞുകിടക്കുന്നു. കൃഷി കൂടാതെ ആടുവളർത്തലും ഉണ്ട് ഇവർക്ക്. പിന്നാക്കം നിൽക്കുന്ന വാക്കോട് ആദിവാസി കോളനിയും കുടുംബശ്രീ ഇടപെട്ട് പശുവിനെ നൽകി. ഇവിടുത്തെ 19 കുടുംബങ്ങളിൽ 17 പേർക്കും വീടായി. മുടുകർ വിഭാഗത്തിൽപ്പെട്ട ഈ ആദിവാസി ഊരിലെ കഷ്ടതയും പട്ടിണിയും മാറ്റി സുഭിക്ഷതയുടെ നാളുകൾ കൊണ്ടുവരാനാണ് കുടുംബശ്രീയും പഞ്ചായത്തും ശ്രമിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട് കണ്ടിട്ട്?
അവിടുത്തെ അഭിപ്രായം? നാട്ടുകാരൊക്കെ കണ്ടോ? എന്ത് പറഞ്ഞു നാട്ടുകാർ? നന്നായിരുന്നു പറഞ്ഞു. പിന്നെ എല്ലാവരും അത് കണ്ടിട്ട് നിങ്ങൾ ദൂരദർശനിൽ പോയിരുന്നോ, ഞങ്ങൾ TV-യിൽ കണ്ടു, എല്ലാവരോടും ഒരു പ്രത്യേക അഭിപ്രായങ്ങൾ വന്നിരുന്നു. എന്തെങ്കിലും പ്രത്യേകിച്ച് എന്താ പറയാ, പ്രത്യേകിച്ച് അഭിനന്ദനമോ വിമർശനമോ വല്ലതും വന്നോ? അഭിനന്ദനം വന്നു. അഭിനന്ദനം മാത്രമേ വന്നല്ലോ. ഇത് കണ്ടിട്ട് ആർക്കും അസൂയ തോന്നിയില്ല? അസൂയ തോന്നിയെന്ന് വെച്ചാൽ അതറിയില്ല സാർ, നേരിട്ടാരും പറഞ്ഞിട്ടില്ല. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി കരുമ്പയിലെത്തിയ നമ്മുടെ വിധികർത്താക്കൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. യാത്രയുടെ വിശദാംശങ്ങളൊന്നറിയണ്ടേ? ദൃശ്യങ്ങളിലേക്ക്. പാലക്കാട് ജില്ലയിലെ കരിമ്പ CDSന്റെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കാനാണ് ഞങ്ങൾ ഇന്ന് എത്തിയത്. ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ TP കുഞ്ഞിക്കണ്ണൻ, ദൂരദർശൻ പ്രതിനിധി G സാജൻ എന്നിവർ ഉൾപ്പെട്ടതാണ് ജൂറി അംഗങ്ങൾ. ഞങ്ങൾ രാവിലെ തന്നെ കരിമ്പ CDSന്റെ ഓഫീസിലെത്തി അവിടെ കൂടിയ കുടുംബശ്രീ പ്രവർത്തകരുമായി വിശേഷങ്ങൾ പങ്കുവച്ചു. കുടുംബശ്രീ CDSലെ എല്ലാ അംഗങ്ങൾക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കുടുംബശ്രീ ദൂരദർശൻ സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന സോഷ്യൽ റിയാലിറ്റി ഷോയിൽ ആദ്യം വന്ന 70 CDSകൾ നിങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 16 CDSകളെ ഫൈനൽ റൗണ്ടിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ കരിമ്പ ഒന്ന് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ സ്റ്റുഡിയോയിൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ചെറിയ ഷോർട്ട് ഫിലിംസൊക്കെ ജൂറി കണ്ടു. പക്ഷേ ഇനി അതിൻ്റെ താഴെത്തട്ടിൽ വന്ന് എല്ലാവരെയും കാണുക, ഒരു ദിവസം കുടുംബശ്രീ അംഗങ്ങളിലൂടെ ചെലവഴിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം ഞങ്ങളും കൂടി ഒന്ന് കാണുക, മനസ്സിലാക്കുക. നിങ്ങൾ പറഞ്ഞതിലെ ശരി എത്ര, തെറ്റെത്ര, കൂടുതൽ എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും, അതൊക്കെ നോക്കുക, കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കുക. തുടർന്ന് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി കരിമ്പ CDS 6 മാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ സ്നേഹാലയ BRCയിലേക്കാണ് ഞങ്ങൾ ആദ്യം കടന്നു ചെന്നത്. 9 പെൺകുട്ടികളും 14 ആൺകുട്ടികളുമടക്കം 23 പേർ ഇപ്പോൾ ഇവിടുണ്ട്. ഇവർക്ക് കൂട്ടായി ഒരു ടീച്ചറും 2 ആയമാരുമുണ്ട്. എന്താണ് ഇവരുടെ ഒരു ദിവസത്തെ പരിപാടികൾ? നമ്മൾ രാവിലെ ഇവിടുന്ന് 8 മണിക്ക് തുടങ്ങും കുട്ടികളെ കൊണ്ടുവരാന്. എല്ലാവരെയും വീട്ടിൽ പോയി കൊണ്ടുവരും. ബസ്സുണ്ട്? വണ്ടിയുണ്ട്, നമുക്ക് വണ്ടിയുണ്ട്. അതിൽ കൊണ്ടുവരും. 9:30 എല്ലാവരും ഇവിടെ എത്തും. ഫസ്റ്റ് ബെല്ല് 9:30 അടിക്കും. അതിനുശേഷം 10 മണിക്ക് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ക്ലാസ് ആരംഭിക്കുന്നതാണ്. അതിനുശേഷം അവർക്ക് തൊഴിൽ പരിശീലനമാണ് നൽകുന്നത്. 1 മണി വരെ കൊടുക്കും. നമ്മളിപ്പോൾ അവർക്ക് പേപ്പർ കവർ മേക്കിംഗ് ആണ് ചെയ്യുന്നത്. നമ്മളുടെ കുടുംബശ്രീ ഓഫീസിലും പഞ്ചായത്തിലും കൊടുക്കാന്നുള്ളതിൽ പേപ്പർ കവർ മേക്കിംഗ് ആണ്. ഈ കുട്ടികളെ കുറിച്ച് എങ്ങനെ അവരെ മുന്നോട്ട് നയിക്കാന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തന്നത് സാറ്. എത്ര മാസത്തെ പരിശീലനം? 4 ദിവസത്തെ ഉണ്ടായിരുന്നു. 4 ദിവസത്തെയാണോ? എത്രയായി ഇവിടെ വന്നിട്ട്? ഇവിടെ 2 മാസം. എങ്ങനെയുണ്ട് ഇവരെ? നിങ്ങൾക്ക് 3 പേർക്കും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും നല്ല കുട്ടികളാണ്. ഞങ്ങൾ പറഞ്ഞാലൊക്കെ അനുസരിക്കും. വിവിധ തരത്തിലുള്ള കഴിവുകളുള്ളവരാണ് ഇവരിൽ പലരും. സ്വയം നടക്കാൻ കഴിയാതിരുന്നവർ, സ്വയം ആഹാരം കഴിക്കാൻ പോലും പറ്റാതിരുന്നവർ, ഇവരെല്ലാം ഇന്ന് സ്വയം പര്യാപ്തരായിരിക്കുന്നു എന്ന് ടീച്ചർ പറഞ്ഞു. ഇതിന്റെ ഭരണപരമായ എങ്ങനെയാണ്? അങ്ങനെയൊരു ഒരു കോർ കമ്മിറ്റി ഉണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ CDSന്റെ എല്ലാവരും എല്ലാം സഹകരിക്കും. വന്നിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. നമ്മുടെ തന്നെ CDSന്റെ ഒരാണ് ഇവിടെ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയും. അപ്പോൾ ഞങ്ങൾ വന്ന് സഹായിക്കും ചെയ്യാറുണ്ട്.
കർഷക സഹായ കേന്ദ്രത്തിന്റെ കീഴിൽ പുതുതായി ആരംഭിച്ച ഗ്രോ ബാഗ് നിർമ്മാണ യൂണിറ്റാണിത്. 15 പേർ ഈ യൂണിറ്റിലുണ്ട്. തൊഴിലുറപ്പിനും മറ്റു പണികൾക്കും പോകുന്ന ഇവരിൽ പലരും ഒരു ഉപതൊഴിലായിട്ടാണ് ഇതിനെ കാണുന്നത്. നിർമ്മിച്ച് കൊടുത്ത് അവരെ ജൈവ കൃഷിയിലേക്ക് തിരിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആണിത്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവര് 15 പേര്. 15 പേര് 3 ഗ്രൂപ്പുണ്ട് ഇവിടെ. ബാഗൊക്കെ വാങ്ങണം. ബാഗ് എക്കോ ഷോപ്പ് ഉണ്ട് തച്ചമ്പാറയില്. അവിടുന്നാണ്. അവിടുന്ന് ഞങ്ങൾ എനിക്ക് വേണ്ട 17 രൂപ. അപ്പൊ ഈ ഒരു സെറ്റില് 7.5 കിലോ വീതം ഇട്ടിട്ടുള്ളതില് എത്ര ബാഗ് ഉണ്ടാക്കാം? 25. ഒരു ബാഗിന് 2.5 ചട്ടി അല്ല വില ഒരു ബാഗിന് 100 രൂപ. 90 രൂപ. ഒരു മാസം ഇപ്പൊ എത്ര ബാഗ് ഉണ്ടാക്കും? ഒരു 25 ഓരോരുത്തർ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പൊ 4 ഗ്രൂപ്പിനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 100 ബാഗിനുള്ളത് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങള്. വളരെ നല്ല കാര്യം. ആവശ്യക്കാർക്ക് തൈക്കൂടി നട്ട് എത്തിച്ചു കൊടുക്കുന്നു. മണ്ണും മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റ് പൊടിയും എല്ലുപൊടിയുമെല്ലാം കൂട്ടിക്കലർത്തിയ മിശ്രിതം ഓർഡർ അനുസരിച്ച് ബാഗുകളിലാക്കി ചെയ്തു കൊടുക്കുകയാണ് ഇവർ. പല അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ളവർ കൂടി ചേർന്നുള്ള മറ്റൊരു യൂണിറ്റാണിത്. പഞ്ചായത്തിന്റെ ഉപകരണങ്ങൾ വാടകയ്ക്കെടുത്താണ് ഇവർ പണികൾ ചെയ്യുന്നത്. 6 മാസമായി ഇവർ ഈ ജോലി ചെയ്തു വരുന്നു. ദിവസം 500-600 രൂപ ലഭിക്കാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പില് എത്ര പേരുണ്ട്? എത്ര കാലം ഇത് ചെയ്യുന്നു? കാലങ്ങൾ പറയാറൊന്നും ആയില്ല. എന്നാലൊരു വർഷം അല്ല, 1 വർഷമൊക്കെ ആവാറായി. കഴിഞ്ഞ 5-6 മാസമായി. 5-6 മാസമൊക്കെ ആയി തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോണു. ഇതെങ്ങനെ പണി വേണ്ട വിധം കിട്ടുന്നുണ്ടോ? കിട്ടുന്നൊക്കെ ഉണ്ട്. കിട്ടുന്നുണ്ട്. മെയിൻ പണി ഇതായി തന്നെ. മെയിൻ പണിയായി പറഞ്ഞാൽ ഞങ്ങള് ഇങ്ങനെ ഓരോ തോട്ടങ്ങളൊക്കെ പോയി നോക്കുക. അതിന് പറ്റിയത് എന്താ വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും പോയി ചെയ്യില്ല. ഞങ്ങളുടെ ഒഴിവ് പോലെ. അഞ്ചു പേർ ചേർന്നുള്ള ഒരു തെങ്ങുകയറ്റ യൂണിറ്റാണിത്. 2 വർഷം മുൻപ് തുടങ്ങിയ ഈ യൂണിറ്റിന് സാങ്കേതിക പരിശീലനവും മെഷീനുമെല്ലാം ലഭിച്ചിട്ടുണ്ട്. സംഘത്തിലെ 5 പേരാണ്. ഞങ്ങളിപ്പോ 5 പേരായിട്ടാണ് തെങ്ങ് കയറ്റത്തിന് പോകുന്നത്. പരിശീലനം MKSPന്ന് കിട്ടിയതാണ്. മൈത്രിയിലെ ആൾക്കാർ വന്നിട്ടാണ്. ഈ മെഷീനോ? അവിടെ മെഷീൻ അവർ തന്നതാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് 2 ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് 4 ദിവസത്തെ ട്രെയിനിങ് ഇവിടെ തന്നു. പിന്നെ 2 ദിവസം കൊല്ലംകോട് തന്നെ പോയിട്ട് ട്രെയിനിങ് കിട്ടി. ഓരോരുത്തർക്കും ഓരോ മെഷീൻ തന്നു. നിങ്ങളാണ് സൂക്ഷിക്കുന്നത്? ഞങ്ങൾ സൂക്ഷിക്കും. ഒരു ദിവസം ഒരു 15-20 തെങ്ങ് ഞാൻ കയറാറുണ്ട്. എത്ര സമയം കൊണ്ട്? ഒരു 1-2 മണിക്കൂർ. ഒരു ദിവസം ഒരു 15-20 തെങ്ങ് കയറും. 20 ഒരാള്. കരിമ്പ CDSന്റെ ഹരിതസേനയുടെ വിശേഷങ്ങൾ അറിയാനാണ് തുടർന്നുള്ള അവസരം ഞങ്ങൾ വിനിയോഗിച്ചത്. പരിശീലനം ലഭിച്ച 44ഓളം പേർ ഇവിടുത്തെ ഹരിതസേനയിലുണ്ട്. 2014 മാർച്ചില് അപ്പോ അന്ന് 33 പേരായിരുന്നു. ഇപ്പൊ 11 പേര് കൂടി ചേർന്ന് 44 പേരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വർക്ക് ഇവിടെ അല്ലെങ്കിൽ ദൂരെയാണ് ഞങ്ങൾക്ക് ഇപ്പൊ വർക്ക് കിട്ടുന്നത്. ഞങ്ങളിപ്പോ തേങ്കുറിശിയാണ് നട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ശരാശരി ഒരു മാസം എത്ര ദിവസം പണിയുണ്ട്? അത് സീസണിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പണി ഉണ്ടാവാറ്. അതിപ്പോ ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങള് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് നട്ടത്. ഇപ്പൊ അത് തുടക്കമായ കാരണം ഇപ്പൊ ഞങ്ങള് ജൂണില് നടുകയാണ്. ഇപ്പൊ ഞങ്ങള് ഊടൂര് 60 ഏക്കർ ചെയ്തു. ഇപ്പൊ തേങ്കൃഷിയില് 15 ഏക്കർക്ക് പാവിയിട്ടുണ്ട്. പണി കിട്ടാത്ത മാസങ്ങളിൽ എന്താ ചെയ്യാം? കിട്ടാത്ത മാസങ്ങള് തൊഴിലുറപ്പിനും പോവാറുണ്ട്. പിന്നെ തെങ്ങുകയറ്റം പിന്നെ അങ്ങനെ ഇല്ലല്ലോ. അടിയില് ഒരു സമയത്ത് തെങ്ങുകയറ്റം, ഒരു സമയത്ത് ഞങ്ങൾ അടുത്തതായി പോയത് കരിമ്പ CDSന്റെ ക്ഷീരസാഗരം പദ്ധതി കാണുവാനായിരുന്നു. 4ാം വാർഡിലെ ജെസ്സിയുടെ വീടാണിത്. പശുക്കളുടെ തീറ്റയ്ക്കായി ജെസ്സി വീട്ടിൽ തന്നെ അസോള കൃഷി ചെയ്യുന്നു. മറ്റൊരു വീട്ടിലെ ആട് വളർത്തലിന്റെയും കോഴി വളർത്തലിന്റെയും വിശേഷങ്ങൾ അറിയാൻ
ഞങ്ങൾ അവിടേക്ക് പോയി. 15 വർഷങ്ങളായി കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ലീലാമ്മയ്ക്ക് ഇപ്പോൾ 26 ആടുകളുണ്ട്. കുടുംബശ്രീയുടെ ഈ പദ്ധതി പ്രകാരം എത്ര എണ്ണം കിട്ടി? കുടുംബശ്രീയുടെ വീട്ട് ആണ് 8 8 ഇപ്പൊ എല്ലാം കൂടെ എത്രയുണ്ട്? ഇപ്പൊ മൊത്തം 26 അപ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയൊക്കെ പൈസ എവിടെ സൂക്ഷിച്ചു വെക്കുന്നു? പൈസക്ക് പിള്ളേരെ പഠിപ്പിക്കണ്ടേ? എത്ര കുട്ടികളാ? 3 പെൺകുട്ടികളാ. എന്താ ചെയ്യുന്നത്? പഠിപ്പിക്കാൻ എവിടെ? കോയമ്പത്തൂർ പോയി പഠിക്കാൻ. പിന്നെ ഒരാള് സിവിൽ എഞ്ചിനീയറിന്. അതെവിടെ? മലമ്പുഴ ഐറ്റിയില്. അപ്പൊ ഈ പൈസ നല്ലൊരു ഭാഗം വിദ്യാഭ്യാസത്തിനാണ് ചെലവഴിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് ചെലവാക്കാണ്. ഞങ്ങൾ ആട്ടിൻകൂടും ആടുകളെയുമെല്ലാം നോക്കിക്കണ്ടു. ലിസി സാബു, റാണി, അനിത, രാജമ്മ എന്നിവർ ചേർന്ന് നടത്തുന്ന സംഘകൃഷിയിടത്തേക്കായിരുന്നു പിന്നീട് ഞങ്ങൾ പോയത്. 2 ഏക്കർ സ്ഥലത്ത് ഏത്തവാഴയും ഞാലിപ്പൂവനുമടക്കം 1000ഓളം വാഴകൾ ഇവർ ഇവിടെ കൃഷി ചെയ്യും. 4 മാസ പ്രായമായ വാഴകളാണിവ. ഇവരിൽ പലർക്കും സ്വന്തമായി കൃഷികൾ വേറെയുണ്ട്. ഞങ്ങൾ ആദ്യം പച്ചക്കറി കൃഷിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മെല്ലെ വാഴകൃഷിയിലേക്ക് കടന്നു. വാഴകൃഷി മെച്ചമുണ്ട്, കുഴപ്പമില്ല. ഈ വാഴ എത്ര ഏക്കറില്? ഇത് 2 ഏക്കറില്. 2 ഏക്കറിൽ എത്ര വാഴ? 1000 വാഴ. വാഴകൃഷി വെച്ചതുകൊണ്ട് പച്ചക്കറിനേക്കാളും നേട്ടമുണ്ട്. പച്ചക്കറി ആകുമ്പോൾ അതിന് എപ്പോഴും വന്ന് അതിന്റെ അടിയിലെല്ലാം കീടങ്ങളും ഒക്കെ വന്നു. അപ്പൊ നമ്മളിങ്ങനെ എപ്പോഴും തന്നെ ശുശ്രൂഷ വേണം. ഇതിന് അത്രത്തോളം ശുശ്രൂഷ വേണ്ടി വന്നില്ല. ഞങ്ങൾക്കൊരു 10,000-60,000 രൂപയോളം ലാഭം കിട്ടി. 4 പേരും കൂടെ. പക്ഷെ അതിന് 10 മാസം കാത്തിരിക്കണ്ടേ? 10 മാസം കാത്തിരിക്കണം. പിന്നെ ഞങ്ങളുടെ ഹസ്ബൻഡും കൂടെ കൂടും, ഞങ്ങൾ തന്നെയല്ല. കരിമ്പ CDSന്റെ ആടുഗ്രാമ പദ്ധതിയിലെ ഒരംഗമായ ഷീജ മോളുടെ വീട്ടിലേക്കായിരുന്നു ഞങ്ങൾ അടുത്തതായി പോയത്. 10 ആളുകൾ കൂടി ഗ്രൂപ്പായി നടത്തുന്ന ഒരു യൂണിറ്റിലെ അംഗമാണിവർ. കൂടാതെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു ഗുണഭോക്താവുമാണ്. 2012 മുതൽ ഇവർ ആടിനെ വളർത്തുന്നു. കുടുംബശ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ? കുടുംബശ്രീയിൽ ചേർന്നതിന് ശേഷം കുറെ വ്യത്യാസങ്ങൾ എനിക്ക് തന്നെ വന്നിട്ടുണ്ട്. കുടുംബശ്രീയിൽ വന്നിട്ടാണ് ഞാൻ ആട് വളർത്താനും ഇതിനൊക്കെ തുടങ്ങിയത്. ഇവിടെ എന്താണ് ആടുഗ്രാമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പിന്നെ ആടിനെ കിട്ടിയത്? വേറെ ഗ്രൂപ്പ് ഉണ്ടോ? ഗ്രൂപ്പായിട്ട് ഞങ്ങളെടുത്ത് 10 ആള് ചേർന്നിട്ട്. എത്ര ആട് വീതം? അന്ന് 5 ആട് വീതം. അതിന്റെ വരുമാനം കൊണ്ട് എങ്ങനെ? വരുമാനം ഡെയിലി വരുമാനം ഇല്ലാന്നുള്ളൂ. അല്ല, ആടിനെ വിൽക്കുമ്പോഴായാലും വരുമാനമുണ്ട്. ആട്ടും കാട്ടും വിറ്റിട്ട് അങ്ങനെ വരുമാനമുണ്ട്. മറ്റൊരു ആശ്രയ ഗുണഭോക്താവിന്റെ വീട്ടിലേക്കായിരുന്നു ഞങ്ങൾ പിന്നീട് എത്തിയത്. ഞങ്ങൾ 12ാം വാർഡിലെ മൈത്രി കുടുംബശ്രീ യൂണിറ്റ് അയൽക്കൂട്ടം കൂടുന്ന സ്ഥലത്ത് എത്തി. 16 അംഗങ്ങളുള്ള ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവരോട് ഞങ്ങള് ഇന്നിപ്പോ വരുന്ന ഗ്രാമസഭയെ കുറിച്ച് ചർച്ച ചെയ്യാൻ 14-ാം തീയതി ഞങ്ങളുടെ ഗ്രാമസഭയാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. മണത്തിലെത്തിൽ അത്തലിഞ്ഞാലയം വിട്ടുപോയി 10 നാളെ വർത്തിഞ്ചിത്തതാരിൽ മുത്തണിക്കുന്നൊരോണമെത്തി മിന്നമ്പഞ്ഞൻ കിരീടം തരി വളകതകം കാഞ്ചി പൂഞ്ചേരമാല
ധന്യശ്രീവത്സരന്തരാളം ഒന്നാമൻ കണ്ടം മുറിക്കണ്ടം കൊയ്യുമ്പോ നീയോടെ പോയിന്റെ തുമ്പിമാരെ അമല ഈ മല തെമ്മല കഴിഞ്ഞാൽ കരിമ്പ CDS-ലെ മുത്തശ്ശിക്കൂട്ടത്തിന്റെയും ബാലസഭയിലെ കുട്ടിക്കൂട്ടത്തിന്റെയും ഇടയിലേക്കാണ് ഞങ്ങൾ അടുത്തതായി ചെന്നു കയറിയത്. ഈ കൂട്ടായ്മയിലേക്ക് വന്നു കയറിയ ഞങ്ങളെ കുട്ടികൾ ആർപ്പുവിളികളോടെയാണ് വരവേറ്റത്. നമസ്കാരം. ഇരിക്കും മുത്തശ്ശിമാരൊക്കെ ഇരിക്കും. നിങ്ങളുടെ നാട്ടിലെ മുത്തശ്ശിക്കൂട്ടം ഉണ്ടെന്ന് ഇവരൊക്കെ പറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ്. വളരെ വളരെ നമസ്കാരം. പഠിക്കുന്നുണ്ടല്ലേ ഇവിടെ ഇവിടെ ഇവിടെ. വെരി ഗുഡ് വെരി ഗുഡ്. ചെയർപേഴ്സൺ, അപ്പൊ ദൃശ്യാവിഷ്കരണം കഴിഞ്ഞു. അപ്പൊ എന്റെ കൂടെ വന്നത് പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണനാണ്. ആദ്യം അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ടിട്ട് പിന്നീട് ചർച്ച തുടങ്ങാം. കുറച്ചുകൂടി താഴത്തെ തലത്തിൽ ഉണ്ടാകുന്ന ആൾക്കാരെ അല്ലെങ്കിൽ സ്ത്രീകളെ ഉയർത്തി കൊണ്ടുവരുന്നതിനും അതിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ. ഇപ്പൊ കൃഷിയിൽ മാത്രം ഊന്നുന്നത് കുറെ കൂടി കാർഷിക അനുബന്ധമായിട്ടുള്ള മേഖലകളിലേക്ക് കൊണ്ടുവരാൻ. പിന്നെ അവിടുത്തെ വാഴകൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവസരത്തിൽ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വിപണന സംവിധാനം ഉണ്ട്. ആ വിപണന സംവിധാനം അവിടുത്തെ പൈനാപ്പിളും വാഴകൃഷിയായിട്ട് ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ആ രണ്ട് കാര്യങ്ങളെയും കുറെ കൂടി അവിടെ തന്നെ ഉണ്ടാകുന്ന സംസ്കരണ വ്യവസായങ്ങളായി രൂപപ്പെടുത്തി എടുക്കുന്നതിനുണ്ടാകുന്ന ശ്രമങ്ങൾ അവിടെ രൂപപ്പെടുത്തി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും കുറെ കൂടി സ്ഥായിയായ രൂപത്തിലുണ്ടാകുന്ന തൊഴിലവസരങ്ങൾ നൽകാൻ സാധിക്കും. അവിടെ മൊത്തത്തിൽ ചെന്ന അവസരത്തിലും ഈ പ്രദേശങ്ങളിലൊക്കെ പോയ അവസരത്തിലും സ്ഥായിയായ രൂപത്തിലുള്ള തൊഴിലവസരങ്ങൾ, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സ്ഥിരമായ ഒരു വരുമാനം കിട്ടുന്ന സീസണൽ അല്ലാത്ത രീതിയിലേക്ക് കൂടി നമ്മുടെ വികസന രംഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു ശ്രമവും ആ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് ഉണ്ടാകണമെന്നാണ് എനിക്ക് മൊത്തത്തിൽ ആ ഒരു ദിവസത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. താങ്ക് യു TP. അപ്പൊ ഇത്രയും വലിയൊരു പഞ്ചായത്തിലെ തരിശുഭൂമി ഇല്ലെന്നാണോ നിങ്ങൾക്ക് സംഘമായിട്ട് എടുത്ത് കൂടുതൽ ഈ യൂണിറ്റുകളെ ഇനിയും വർദ്ധിപ്പിക്കാൻ? കൃഷിക്കാൻ യോജ്യമായ തരിശുഭൂമിയില്ല. അതാണോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത്? എല്ലാം കൃഷി ചെയ്ത് കഴിഞ്ഞോ? മിക്കഭാഗം കൃഷി ചെയ്തു വരുന്നുണ്ട്. അത് ശരി. അങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലം കുറവാണ്, വളരെ കുറവാണ്. കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളൊന്നും വെറുതെ കിടക്കുന്നില്ല. പിന്നെ ഈ കൃഷിക്കാരെല്ലാം സ്വന്തം സ്ഥലം ഉപയോഗിക്കുന്നുണ്ട്. അല്ലാത്തൊരു മറ്റു സ്ഥലങ്ങളുടെ മാതിരി അവര് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി സ്ഥലം വെറുതെ ഇടുന്നില്ല. ബാക്കി സ്ഥലങ്ങൾ ഈ കുടുംബശ്രീ പോലെയുള്ള ഏജൻസികൾക്ക് പാട്ടത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പരിമിതിയുണ്ട് അല്ലേ? കാരണം ഇനിയും കൂടുതൽ സ്ഥലം കിട്ടാം. പക്ഷെ കൂടുതൽ ആധുനികമായിട്ടുള്ള കൃഷി ഇടപെടൽ നിങ്ങൾ നടത്തുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് തെങ്ങ് കയറ്റം. കൂടുതൽ ആൾക്കാരെ ഇത് പഠിക്കണം എന്ന് പറഞ്ഞു വരുന്നവരുണ്ടോ? പഠിക്കാൻ തെങ്ങേറ്റ പരിശീലനം കിട്ടണം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കൊല്ലംകോട് പോയിട്ട് 2 ദിവസം ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. അവിടെ പോയിട്ടൊക്കെ വരണം. അപ്പോൾ അവർക്ക് പരീക്ഷ കാരണം ഇപ്രാവശ്യമാണ് അതിന് പോകാൻ നിന്നത്. കുട്ടികളുടെ പരീക്ഷ കാരണം അത് നീട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് വെക്കേഷൻ സമയത്ത് പോയിട്ട് ട്രെയിനിങ് കൊടുക്കാന്ന് പറഞ്ഞത്. കൂടുതൽ പേർക്ക് ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് കൂടി തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? തെങ്ങ് നിറയെ ഉണ്ടല്ലേ? ഒരു പ്രശ്നമല്ല. പിന്നെ ഹരിതസേനയുണ്ട്. അതിപ്പോ ഇവിടെ കണ്ടല്ലോ ട്രാൻസ്പ്ലാന്റിങ്ങിന്. അപ്പൊ കുറെയൊക്കെ ഒരു യന്ത്രവൽക്കരണം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ നെൽകൃഷി കുറഞ്ഞു വരുന്നു അല്ലേ പ്രസിഡന്റ്? കുറഞ്ഞു വരികയാണ്. ഈ യന്ത്രവൽക്കരണ സാഹചര്യം ഇനി കൂട്ടാൻ സാധിക്കും. കാരണം ഇപ്പൊ നെൽകൃഷിക്ക് എല്ലാ സഹായമുണ്ട്, വിത്തുണ്ട്, വളമുണ്ട്. പക്ഷെ ലേബർ പ്രോബ്ലം കൊണ്ടാണ് നെൽകൃഷിക്കാർ പിൻവലിഞ്ഞിരിക്കുന്നത്. അതിന് യന്ത്രവൽക്കരണത്തിന്റെ ഉപയോഗത്തോടു കൂടി ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അല്ല, ലേബർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആളെ കിട്ടാതിരിക്കും. ആളെ കിട്ടാതെ കൂലി വർധനവ് ഇതെല്ലാം ഒരു പ്രോബ്ലം ആയിരുന്നു. ഇനി യന്ത്രവൽക്കരണം ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നാണ്യവിളകളെയാണ് കൂടുതൽ കരിമ്പ പഞ്ചായത്തിലെ കർഷകർ ആശ്രയിക്കുന്നത്. നെൽപ്പാടങ്ങൾ മുഴുവൻ നികത്തി കവുങ്ങ് കൃഷിയും തെങ്ങ് കൃഷിയും വ്യാപിപ്പിച്ചു. നമ്മളിവിടെ കണ്ട സംഘകൃഷിയിൽ തന്നെ കവുങ്ങ് കൃഷിക്കിടയിലുള്ള ഒരു ഇടവിള കൃഷിയായിട്ടാണ് വാഴകൃഷി ചെയ്തിരുന്നത്. അതേപോലെ പച്ചക്കറി കൃഷിയും അതേപോലെയാണ്. ആകെ 30 ഹെക്ടർ സ്ഥലമാണ് ഇന്ന് നെൽകൃഷി ചെയ്തു വരുന്നത് കരിമ്പ പഞ്ചായത്തിൽ. അപ്പോൾ നെൽകൃഷി അവിടെ പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയും ഉണ്ട്. ഞങ്ങളെ ഈ ഇവരുടെ MKSP-കാരുടെ ആ പ്രവർത്തനം മൂലം കുറെ കർഷകര് നെൽപ്പാടം നികത്താതെ അത് നെൽകൃഷി തന്നെ ആയിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ.
അല്ല, കുറച്ചും കൂടി യന്ത്രവൽക്കരണ സാധ്യതകൾ വരുന്ന അവസരത്തിൽ ഡെവലപ്പ് കഴിയും. അത് കുറെ കൂടി വിപുലപ്പെടുത്താനും പരിശീലനം കൊടുക്കാനൊക്കെ കഴിയുന്ന അവസരത്തിൽ നെൽകൃഷി എന്ന് പറയുന്നത് നമ്മൾ വെറും ഒരു അണവായി രൂപത്തിൽ മാത്രമാണ് ഈ നഷ്ടം എന്ന് പറയുന്നത്. നമ്മൾ നിർവഹിക്കുന്ന വേറെ ഒരുപാട് പാരിസ്ഥിതികമായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. അപ്പൊ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് കരിമ്പ പഞ്ചായത്തിന്റെ മാത്രം ആവശ്യമല്ല, നാടിന്റെ ഒരു ആവശ്യമാണ് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത്. ആ രീതിയിലേക്ക് കൃഷിക്കാരനെ സംബന്ധിച്ച്, ചെറുകിട കർഷകനെ സംബന്ധിച്ച് പൊതുവായ സമൂഹത്തിന്റെ ഒരു നിലനിൽപ്പവും കാണുന്നില്ല. അവന്റെ കുടുംബത്തിന്റെയും അവന്റെ മക്കളുടെയും ഉപജീവന മാർഗത്തെയാണ് അത് കാണുന്നത്. ഇതിനെ ഗവൺമെന്റോ മറ്റേ ഏജൻസികളോ ചെറുകിട കർഷകൻ അത് ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ ഭാരം കർഷകരുടെ മേലിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് വിത്ത് കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് വളം കൊടുക്കുന്നു, കൂടുതൽ കൊടുക്കുന്നു. കൂടുതൽ അതെ, പിന്നെ കുടുംബശ്രീയിൽ കൂടെ ഇപ്പൊ നിങ്ങൾക്ക് വിസ്തൃതി ബോണസ് ഉണ്ട് അല്ലേ, ഏരിയ ബോണസ് ഉപകരണങ്ങൾ കൊടുക്കുന്നു. അപ്പോ അതൊരു സമൂഹത്തിന്റെ പൊതു ഇതാന്നുള്ളതാണ്, നാമമാത്രമായിട്ടുള്ളൊരു സഹായമാണ്. അവിടെ കൃഷിക്കുള്ള ഇനി എന്താണ് കൂടുതൽ സാധ്യതകൾ, കുറെ കൂടെ നല്ല നിലയിൽ മോഡേണൈസിങ് അഗ്രികൾച്ചർ, ആധുനികവൽക്കരണം. ഇങ്ങനെ തന്നെ മതിയോ? നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതിയില്ലേ? പോരാ സർ, ഇനിയും വളരാനുണ്ട്. എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് വല്ല നിർദ്ദേശങ്ങളുണ്ടോ? കരിമ്പ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നേഴ്സറികൾക്ക് അനുകൂലമായ പ്രകൃതിദത്തമായ അന്തരീക്ഷമുള്ള സ്ഥലമാണ്. ഇപ്പോൾ റബ്ബർ നേഴ്സറികളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റബ്ബറിന്റെ വില മാറിയതുകൊണ്ട് ഇനി ബാക്കി വിളകൾക്കുള്ള നഴ്സറികൾ പച്ചക്കറി തൈ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. ഞങ്ങൾ അതിനുള്ള ശ്രമം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഈ തേങ്ങ കയറ്റാൻ യൂണിറ്റ് സെറ്റപ്പ് ചെയ്തു. പക്ഷെ അത് നീര പ്രൊഡക്ഷൻ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് എന്തായി ഒന്ന് പറയുമോ? നീര ഉൽപാദനത്തിന് ട്രെയിനിങ്ങിന് പോകാനായിട്ട് റെഡി ആയതാണ്. ചില കാരണങ്ങളാൽ സുന്ദരിക്ക് പോകാൻ പറ്റിയിട്ടില്ല, വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം. എല്ലാത്തിനും ഒരു സുന്ദരിയാണോ? അല്ലല്ല സാർ, ഹെഡായിട്ട് സുന്ദരിയാണ്. ശരി. എനിക്ക് പിന്നെ ഒരു ഇത് നല്ലൊരു കാര്യം തോന്നിയത് ആശ്രയ ആദ്യഘട്ടത്തിൽ 96-ൽ നിന്ന് കുറച്ചു കൊണ്ടുവന്ന് 23 വരെ ആക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, അവര് ആ ആശ്രയ എന്നുള്ള ഘട്ടം കടന്ന് അവർക്ക് സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഒരു പ്രാപ്തി വന്നു എന്നാണ് എന്റെ ഉദ്ദേശം. അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആശ്രയ ലിസ്റ്റിൽ നിന്നും മാറ്റി അവരുടെ അപ്പൊ അങ്ങനെ ആദ്യഘട്ടത്തിന്റെ 96 എന്നുള്ളത് 23 കുറച്ചു. പക്ഷെ അതേ സമയത്ത് രണ്ടാം ഘട്ടത്തിൽ പിന്നെ 156 വന്നിട്ടുണ്ട്. പുതിയ കണ്ടെത്തൽ. അതെ, ആദ്യത്തെ ആശ്രയയില് ഉൾപ്പെട്ടിരുന്നത് ശരി എടുത്തു പറയത്തക്ക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളായിരുന്നില്ല. അതുകൊണ്ടാണോ അവർ രക്ഷപ്പെട്ടത്? അത്ര ആശ്രയം വേണ്ടിയിരുന്നില്ല, അവര് സ്വാശ്രയരായിരുന്നു. രണ്ടാമത്തേത് ആശ്രയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കുടുംബങ്ങൾ ആശ്രയ കുടുംബങ്ങൾ അല്ല, അവർ മറ്റവരെക്കാൾ കൂടുതൽ പ്രയാസമുള്ളവരാണ്. കിടപ്പ് രോഗികളൊക്കെ മൈക്രോ എന്റർപ്രൈസസ് സംബന്ധിച്ച് ഒന്ന് പറയുമോ? പിന്നെ ബാങ്കിൽ നിന്ന് എത്രത്തോളം ഇവർക്ക് സഹായിക്കുന്നു? ഹൗ മച്ച് ലോൺ ഹാവ് യു ഗിവൻ ദം? ലിങ്കേജ് ലോൺ 44 ഗ്രൂപ്പ് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ടൈലറിങ്, കാറ്ററിങ്, പിന്നെ പശു വളർത്തല്, പപ്പട യൂണിറ്റ്, ആട് ഗ്രാമം, ഇതെല്ലാം സംഘമായിട്ടാണ് അല്ലേ? അതിന് ബാങ്കിന്റെ പറയുന്നത് ഹൗ ഇസ് ദ കാനറ ബാങ്ക് ഈ ഗ്രൂപ്പുകൾക്ക് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് അവരുടെ ലിങ്കേജ് ലോൺ, അവരുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾക്കും. രണ്ടാമത് ആ കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് രൂപവൽക്കരിച്ച JLG ഗ്രൂപ്പുകൾക്ക് കൃഷിക്കുള്ള ലോണുകൾ. ഇത് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ ആ പഞ്ചായത്തിലെ എല്ലാ റേറ്റിംഗ് ഇട്ട എല്ലാ ഗ്രൂപ്പുകളെയും ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. കാനറ ബാങ്ക് തന്നെയല്ല, ആ ഏരിയയിൽ പ്രവർത്തിക്കുന്ന വിജയ ബാങ്ക്, അങ്ങനെ 2-3 ബാങ്കുകളാണ് പൊതുവെ അവരുമായിട്ട് സഹകരിക്കുന്നത്. രണ്ടാമത് ഈ JLG ഗ്രൂപ്പുകൾ കുഞ്ഞിക്കണ്ണൻ സാർ പറഞ്ഞതുപോലെ യന്ത്രവൽക്കരണത്തിൽ അവരുടെ ആ പ്രസക്തി എന്തെന്ന് വെച്ചാൽ, ഒരുപക്ഷെ കരിമ്പയിൽ നെൽകൃഷി കുറവാണെങ്കിൽ കൂടി അവരിപ്പോ അവരുടെ പ്രവർത്തന മേഖല അതിനടുത്ത് തെൻകുറിശി വരെ വ്യാപിച്ചിട്ടുണ്ട്. തെൻകുറിശിയൊക്കെ നെൽകൃഷി ധാരാളമുള്ള മേഖലയാണ്. അപ്പൊ അവിടെ തൊഴിലിന് ക്ഷാമമുണ്ട്. അപ്പൊ ഇവിടെ ഹരിതസേന അവിടെ പോകുന്നുണ്ട്. ആ രീതിയിൽ ഒരു ടാസ്ക് ഫോഴ്സിനുള്ള ധനസഹായം ബാങ്കിൽ നിന്ന് അവർക്ക് ലഭ്യമാണ്. പിന്നെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇനി മറ്റൊരു വ്യത്യസ്തമായ മേഖല അവർക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് പോളി ഹൗസുകളാണ്. അതിന് നല്ല യുക്തമായ ഒരു മേഖലയാണ്. അതിന് വേണ്ട സ്കീമുകളും ബാങ്കിലുണ്ട്. അത് ആരെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? ഉണ്ട് മാം, ചെയ്യാറുണ്ട്. കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ചിട്ടില്ല ഇതുവരെ. കുടുംബശ്രീ ഗ്രൂപ്പുകൾ അത് ചെയ്തിട്ടില്ല. വ്യക്തികൾ അതിനുള്ള സാധ്യതയുണ്ട്.
ഒരു പോളി ഹൗസ് തുടങ്ങണമെങ്കിൽ എന്തുമാത്രം മൂലധനം വേണം? സർ, 1 സെന്റ് പോളി ഹൗസ് എന്നൊരു സ്കീം ഇപ്പോൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉണ്ട്. അതിന് 40,000 രൂപയ്ക്കകത്തേ ചെലവാകുകയുള്ളൂ. നമ്മൾ ഈ നടിയിൽ സ്ഥലത്ത് ചെന്ന അവസരത്തിൽ അവർ കരിമ്പയിൽ നിന്ന് തേങ്കുറിശ്ശിയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അവരന്ന് ഒരു അവർക്കുള്ള ഒരു പ്രയാസം ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ യന്ത്രസാമഗ്രി അവിടുന്ന് എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിനൊരു വാഹനത്തിന്റെ കാര്യം അവരന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സഹായം അവർക്ക് ഒരു സാങ്കേതികമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുടുംബശ്രീയിൽ ചെയ്യേണ്ടത്. പഞ്ചായത്ത് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഈ പദ്ധതിയിൽ പൈസ 55,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിൽ നിന്നും ഒരു വീതം മാറ്റിവെക്കേണ്ട അടിസ്ഥാനത്തിൽ കരിമ്പ പഞ്ചായത്തും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത തീരുമാനപ്രകാരം അവർക്ക് വണ്ടി ആവശ്യപ്പെടാം എന്നാണ് ഞങ്ങളുടെ. നമ്മുടെ ബ്ലോക്ക് മുഖാന്തരം MKSP ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ കരിമ്പ പഞ്ചായത്ത് 100 ഏക്കറിന് മേലെ നെൽകൃഷി ഇവിടെ അവര് ചെയ്തു കഴിഞ്ഞു. അപ്പൊ 100 ഏക്കറിന്റെ മേലെ ചെയ്തു കഴിഞ്ഞാൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ പഞ്ചായത്തിന് വാഹന സൗകര്യം ഏർപ്പെടുത്താനുള്ള ഒരു സൗകര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു പൂവിലാണ് ചെയ്തത്. ഈ വർഷം തുടക്കം എന്ന നിലയിൽ ഇപ്പോൾ ജൂണിൽ ഞങ്ങൾ നട്ടു, നടിയിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ നട്ട് കഴിഞ്ഞത് വിശ്വാസമായപ്പോൾ അവർ ഇനിയിപ്പോൾ 2 പൂവലല്ല പുഞ്ചയെ കൂടെ കൊടുത്ത് 3 പൂവലാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആകെ മെമ്പർമാരുള്ളത് 3,300 ചില്ലാണ് അല്ലേ? എന്ന് പറഞ്ഞാല് ഒരു 16-17% ആൾക്കാർക്കാണ് എന്തെങ്കിലും വരുമാനം കിട്ടുന്ന തൊഴിലുകൾ ഇതിലൂടെ കുടുംബശ്രീയിലൂടെ കിട്ടിയിരിക്കുന്നത്. പിന്നെയും 10-80% ആൾക്കാരുണ്ട്, അവര് ത്രിഫ്റ്റ് മാത്രമേ ഉള്ളൂ. എന്താ പറയുന്നത്? ഇല്ല സാർ, അവര് സ്വന്തമായിട്ട് ലോൺ എടുക്കാതെ പശു വളർത്തുന്നവരുണ്ട്. ലോൺ എടുത്ത് പശുവിനെയും ആടിനെയും സംരംഭമായി ചെയ്യുന്ന കണക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആന്തരിക വായ്പ എടുത്തിട്ട് ലോണ് ബാങ്ക് മുഖേന ലോൺ എടുക്കാതെ ചെയ്യുന്ന നല്ല ഒരു കണക്കുണ്ടോ? ഏതാണ്ട് 123 ഗ്രൂപ്പുകൾക്ക് ലിങ്കേജ് ലോൺ തന്നെ ഉണ്ട്. അപ്പൊ അതില് അംഗത്വം ഒരു ശരാശരി 15 അംഗങ്ങൾ കൂട്ടിയാൽ തന്നെ ഏതാണ്ട് ഇപ്പോൾ നിലവിലുള്ളതിൽ പകുതിയിലധികം പേരെ ആവുന്നില്ല. ഞങ്ങളുടെ അതിന്റെ വിശദമായിട്ടുള്ള കണക്കുകൾ ചോദിച്ചിട്ടുണ്ട്. ചുമ്മാ അടിക്കുന്നൊന്നല്ല. സംരംഭം തുടങ്ങിയ ആളുകളുണ്ടാവും. ഇവരിൽ നിന്നും പഠിച്ചിട്ട് കുറെ പേര് ഇതേപോലെ സംരംഭം ലോൺ എടുക്കാതെ നടത്തുന്നവരുണ്ട്. മനസ്സിലായി. പക്ഷെ അതിന്റെ കണക്കുകളില്ല എന്നുള്ളതാണ് സത്യം. ശക്തിയോടെ സത്യം പറയണം. അല്ലെങ്കിൽ നമ്മൾ അതിന് എനിക്ക് തോന്നുന്നു കണക്കുകളില്ലാത്തതിനുള്ള ഒരു കാരണം നമ്മൾ അതിനെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് അല്ലേ? ഇതിലിപ്പോ ചോദിച്ചിരിക്കുന്നതിൽ സബ്സിഡി അതാണ് പ്രശ്നം. അതായത് സ്ത്രീകൾ ജോലി എടുക്കുമ്പോൾ നമ്മൾ അതിനെ ഇപ്പൊ സബ്സിഡിയും ഇതിലൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഒരു തൊഴിലായിട്ട് നിങ്ങൾ അതിനെ രേഖപ്പെടുത്തുന്നത്. ഈ സബ്സിഡി ഇല്ലാതെ ആന്തരിക വായ്പ എടുത്തുകൊണ്ട് അല്ല, ഞാൻ പറഞ്ഞു തീർത്തില്ല. അങ്ങനെ ചെയ്യുന്ന തൊഴിലിനെ തൊഴിലായി നമ്മളും കാണുന്നില്ല. അപ്പൊ നമ്മൾ കണക്കിലത് പെടുത്തുന്നില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി പെടുത്തിയാലേ എത്ര സ്ത്രീകൾ തൊഴിലെടുക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ കണക്കിൽ അതില്ല. നമുക്കിനി സാധ്യതകളുള്ള മേഖലകൾ ഏതൊക്കെയാണ് ആ പ്രദേശത്ത്? സാധ്യതയുള്ള മേഖലകൾ ഇനിയും നമുക്ക് മുൻപ് പറഞ്ഞ മാതിരി പച്ചക്കറി കൃഷി തന്നെയാണ് നമ്മളുടെ ആരോഗ്യത്തിനും നാടിനും വേണ്ടി ചെയ്യാൻ പറ്റിയ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു കൃഷി. പിന്നെ സാറ് പറഞ്ഞ മാതിരി കാർഷിക മേഖലയായതുകൊണ്ട് താഴെത്തട്ടിലുള്ള അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങളെയും കാർഷിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം. പിന്നെ വൈദഗ്ധ്യ തൊഴിലുകൾ ചെയ്യുന്ന അംഗങ്ങളെയും കണ്ടെത്തിക്കൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ചില മേഖലകൾ നമ്മൾ കണ്ടെത്തുകയും അതിനുവേണ്ട പരിശീലന പരിപാടികൾ കൊണ്ടുവരികയും അവയെ സംരംഭങ്ങളാക്കി കൊണ്ടുവരികയും ചെയ്യണം. കൃഷി മാത്രം പോരല്ലോ അല്ലേ? മാവുണ്ട മാത്രം പോരല്ലോ അല്ലേ? മുത്തശ്ശിമാരുമായിട്ടും കുട്ടികളുമായിട്ടുള്ള ഒരു സംവാദം, അവരെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ളൊരു വേദി പ്രത്യേകിച്ച് ആ സ്കൂളിൽ ഒരുക്കിയത് അത് നല്ലൊരു മാതൃകയായിട്ട് തോന്നി. കുറെ കൂടെ അതിനെ ശക്തിപ്പെടുത്താനുള്ളതുണ്ട്. പക്ഷെ അതൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് അവർക്ക് വലിയ സന്തോഷമായിരുന്നു മുത്തശ്ശിമാർക്ക്. ബാലസഭയിലെ മക്കളും മുത്തശ്ശിമാരും ഞങ്ങളെല്ലാവരും കൂടി സ്കൂളിൽ കൂടാറുണ്ട്. അവസാന തീയതിക്ക് 2ാം ശനിയാഴ്ചയായിട്ടാണ് പോണത്. 2 മണിക്ക് പോയി 5 മണിക്ക് പിരിയും. എല്ലാ 2ാം ശനിയാഴ്ചയും എല്ലാവരും കൂടും. ചിലപ്പോഴും ഒരാളോ 2ആളോ ഇല്ലാതിരിക്കുള്ളൂ. അങ്ങനെ കൂടും. സന്തോഷമായി അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിച്ച് 5 മണിക്ക് ഞങ്ങൾ പിരിയും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ഒരു സെഗ്മെന്റ് കൂടെ ഉണ്ട്. അത് കണ്ട ശേഷം പിന്നെ റൗണ്ട്
ഭവന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ധനസഹായ സ്ഥാപനങ്ങളുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ കരിമ്പ CDS ലഭിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ കരിമ്പ CDSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. കരിമ്പ CDSന്റെ പ്രവർത്തനങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കുവാനും വിലയിരുത്തുവാനും കുഞ്ചിയൂർ UP സ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ ചർച്ചാവേദിയിലൂടെ കഴിഞ്ഞു. കരിമ്പ കുടുംബശ്രീ CDS അംഗങ്ങൾക്കും പഞ്ചായത്തിലെ മറ്റ് പല വകുപ്പിൽ നിന്നുള്ള പ്രതിനിധികൾക്കും സ്വാഗതം. ഇത് ഒരു മത്സരം എന്നുള്ളതിനപ്പുറം കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിനെ ലോകത്തിന് മുഴുവൻ പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ മനസ്സിൽ കാണുന്നത്. ഈ മീറ്റിങ്ങിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കുടുംബശ്രീയും പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഏജൻസികളും തമ്മിലുള്ള ബന്ധം ഒന്നളക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു തലം പൊതു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ വരുമാന മാർഗം ഉണ്ടാക്കാനും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നമ്മളോടൊപ്പം പ്രവർത്തിക്കുവാനുമുള്ള ഒരു ശാക്തീകരണം വരുത്തുക എന്നതുകൂടി കുടുംബശ്രീയുടെ ഒരു ലക്ഷ്യമാണ്. കേരള സംസ്ഥാനത്ത് പാലക്കാടാണ് ആദ്യത്തെ ജില്ല. എല്ലാ മെച്യൂർഡ് നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ് അയൽക്കൂട്ടങ്ങളെ ഞങ്ങൾ ലിങ്ക് ചെയ്തു. ഒരു 11,200 അയൽക്കൂട്ടങ്ങളെ എല്ലാ ബാങ്കിന്റെ സഹായത്തോടുകൂടെ 230 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യത്തുള്ളൊരു ജില്ലയാണ് പാലക്കാട്. ഏതൊക്കെ രംഗങ്ങളിലാണ് നിങ്ങൾ അവരുമായിട്ട് സഹകരിക്കുന്നത്? ക്രോപ്പാണോ, അനിമൽ ഹസ്ബൻഡറി ആണോ, എന്താ? കൃഷി മേഖലയിൽ 63 സംഘകൃഷി ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായ സംശയങ്ങളൊക്കെ നമ്മൾ ദൂരീകരിച്ചു കൊടുക്കും. അതിനെന്താ ക്ലാസ് ആണോ അതോ അവർ ഓഫീസിൽ വന്ന് ചോദിക്കണോ? രണ്ടും ഉണ്ട്. പുതിയ ആശയങ്ങൾ വരുമ്പോൾ നമ്മൾ പരിശീലനങ്ങൾ അറേഞ്ച് ചെയ്യും. കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സ്ട്രക്ചേർഡ് ട്രെയിനിങ് പ്രോഗ്രാം അങ്ങനെ വല്ലതും ഉണ്ട്. ആത്മയുടെ ഫാം സ്കൂൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. പച്ചക്കറി സുരക്ഷിത പച്ചക്കറി ഉൽപാദനം എന്നുള്ളതിൽ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം നടത്തിയിരുന്നു. എല്ലാ വീടുകളും സ്ഥാപനങ്ങളും പിന്നെ പൊതുസ്ഥലങ്ങളും ശുചിയാക്കുന്ന ഒരു പരിപാടി അത് കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് നമ്മൾ വിജയകരമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അതിന് എല്ലാവിധ സഹകരണവും അതിന്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ CDS ആണ്. അവരുടെ എല്ലാ അംഗങ്ങളും അതിനോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒരേ ദിവസം ഇറങ്ങി നമ്മൾ ഇവിടെ ശുചിത്വമാക്കുന്ന ഒരു പരിപാടി. പഞ്ചായത്തിലെ മാനസിക ശാരീരിക വൈകല്യമുള്ള എല്ലാ കുട്ടികളെയും സ്കൂളിൽ അയക്കേണ്ട 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും സ്കൂളിൽ അയക്കാനായിട്ട് ഞങ്ങൾ ഈ സർവേ നടത്തി. അത് ഇനി കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സർവേയിലൂടെയാണ് ഞങ്ങൾ അവരെ കണ്ടെത്തിയത്. ഈ കരിമ്പ പഞ്ചായത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പെൻഷൻ കിട്ടാത്ത ഒരാളുകൾ പോലും ഇല്ല. സമ്പൂർണ്ണ പെൻഷൻ ഒരു 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട്. ഇവിടെയോ 3566 പേരുണ്ട് പെൻഷൻ കിട്ടുന്നവർ. വിവിധ പെൻഷനിലെ ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് ഓരോ പെൻഷന്റെ അപേക്ഷ ഫോറങ്ങളും ഈ കുടുംബശ്രീയിലെ CDS ADS ഓരോ വീടുകളിലും പോയി അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തവർ അവരുടെ മൊബൈൽ ഫോണിലെങ്കിലും ഫോട്ടോ എടുത്ത് എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള ഒരു സവിശേഷത. ഈ പഞ്ചായത്തിൽ 258 കുടുംബശ്രീകളുണ്ട്. അതിൽ 8 SC കുടുംബശ്രീകളും 6 ST കുടുംബശ്രീകളും 2 കുടുംബശ്രീ 60 വയസ്സിന് മുകളിലുള്ള 2 കുടുംബശ്രീകളും. കുടുംബശ്രീയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് അടിസ്ഥാനപരമായി കുടുംബശ്രീ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീകളാണ് ഇത്. 258 കുടുംബശ്രീകളും. അതിൻ്റെ ഫലമായി ഈ പഞ്ചായത്തിലെ ഭൂരിഭാഗം സ്ത്രീകളേക്കും ഒരു ശാക്തീകരണത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ഈ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പഞ്ചായത്താണ് കരിമ്പ പഞ്ചായത്ത്. ME മൈക്രോ സംരംഭ ഗ്രൂപ്പുകളായാലും JLJ ഗ്രൂപ്പുകളായാലും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളും ബാങ്കുമായും നല്ല ഒരു ബന്ധം പുലർത്തുന്നു. തിരിച്ചടവിന്റെ കാര്യത്തിലായാലും സർ പറഞ്ഞ മാതിരി മുടങ്ങാതെ തന്നെ എല്ലാ മാസവും തിരിച്ചടയ്ക്കുന്ന ഒരു തുടർച്ച പോലെ ഒരു മുടക്കവുമില്ലാതെ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ എന്ത് തന്നെ പറഞ്ഞാലും എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ച് പോകുന്ന ഒരു പഞ്ചായത്താണ് കരിമ്പ ഗ്രാമപഞ്ചായത്ത്. രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാ
അരുതേ അരുതേ ചെങ്ങാതികളെ അരുമമരങ്ങൾ മുറിക്കരുതേ, കായും കനിയും നമ്മൾക്ക് കനകമരങ്ങൾ മുറിക്കരുതേ, പച്ചപ്പൂ കുടവിടർത്തി നിൽക്കും കൊച്ചുമരങ്ങൾ മുറിക്കരുതേ, കുളിരും തണലും നമ്മൾക്ക് കുളിർമരം ഇനിയും വെട്ടരുതേ, നമ്മുടെ ജീവന് താങ്ങാൻ അരുമമരങ്ങൾ മുറിക്കരുതേ, കിളികൾക്കെല്ലാം വീടായി മാറും അരുമരം ഇനിയും വെട്ടരുതേ. നമ്മൾ വിട്ടുപോയ ഒരു പ്രധാന സംഗതി ഇപ്പം അതിൽ പറഞ്ഞു, ഈ ആരോഗ്യ സർവേ പറ്റിയിട്ട് ശാരീരിക മാനസിക വൈകല്യമുള്ള പാസ് പ്രസിഡന്റ് അതിൽ പറഞ്ഞല്ലോ, അതിന്റെ ഒരു ശരിക്കും ഒന്ന് പറയാനാണ്. ആദ്യമായി ക്യാമ്പാണ് നടത്തിയത്. അതിൽ കുട്ടികൾക്ക് ക്യാമ്പ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് കാർഡ് നൽകുകയും രണ്ടാം ഘട്ടം സർവേ എന്ന നിലയിൽ 43 കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനും 11,400 രൂപ വീതം സ്കോളർഷിപ്പ് വാങ്ങിക്കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നിരീക്ഷകര് ഇരിപ്പുണ്ട്. അവരുടെ അഭിപ്രായം, നിങ്ങളുടെ ഈ പ്രവർത്തന റിപ്പോർട്ടുകളൊക്കെ കണ്ടും കേട്ടും അവരിയ്ക്കുകയാണ്. അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ അഭിപ്രായം? എനിക്ക് ഇവർ ചെയ്തതിൽ ബാലസഭ വളരെയധികം ഇഷ്ടമായി. അവർക്ക് കുറച്ചും കൂടി നമുക്ക് നമ്മുടെ വരുന്ന കാലങ്ങളിൽ വരുന്ന ദോഷങ്ങൾ, കാരണം നമ്മളൊക്കെ ജീവിച്ചതുപോലെയുള്ള നല്ല വെള്ളവും വായുവും മണ്ണും അവർക്കും ആവശ്യമാണ്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി അവരെയാണ് നമ്മളിനി കൂടുതലായിട്ട് വളർത്തിക്കൊണ്ട് വരേണ്ടത്. നിർദ്ദേശങ്ങൾ കൊടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ള സാറ് പറഞ്ഞ പോലെ പോളി ഹൗസിന്റെ കാര്യമാണ്. അത് നമുക്ക് നിങ്ങളുടെ പ്രദേശം ഒരു പച്ചക്കറിക്ക് പറ്റിയൊരു കാലാവസ്ഥയുള്ളൊരു പ്രദേശമാണ്. ആ പോളി ഹൗസ് നമുക്ക് മുൻപോട്ട് കൊണ്ടുവരുന്ന ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നു. പിന്നെ മഞ്ജു പറഞ്ഞതുപോലെ ആന്തരിക വായ്പയിൽ നിന്ന് ഒത്തിരി സംരംഭങ്ങളുണ്ട്, അയൽക്കൂട്ടങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കണക്കുണ്ടാകുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ സ്നേഹാലയം പോലത്തെ പദ്ധതിയാണ്. അത് നമ്മുടെ എല്ലാ ജില്ലകളിലും കൂടി പ്രാവർത്തികമാക്കുക. ഇത് ഇനി ഞങ്ങൾ പറയാമെന്ന പ്രോഗ്രാമിലൂടെ എല്ലാ ജില്ലകളിലും കൂടി പ്രാവർത്തികമാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആശംസിക്കാനുള്ളത്. കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു പ്രത്യേക താല്പര്യമെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇപ്പോൾ ഞങ്ങളും നിങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബശ്രീയിൽ നിന്ന് വളർന്നു വന്നവരാ. നമ്മളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ അവരെ ആ രീതിയിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അത് താഴെത്തട്ടിലുള്ള സാധാരണ അമ്മമാരുടെ കുട്ടികളിലേക്കും കൂടി അത് കൊടുക്കാനുള്ള, ആ കുട്ടികൾക്ക് അവർക്കൊരു പ്രതികരണശേഷി, സമൂഹത്തിൽ നിന്ന് നന്നായി സംസാരിക്കാനുള്ളൊരു കഴിവ്, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സപ്പോർട്ട് CDS ലെവലിൽ ചെയ്യണം. മുത്തശ്ശിക്കൂട്ടവും ബാലസഭയും രണ്ടും കൂടി മിങ്കിൾ ചെയ്തതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. രണ്ടും രണ്ടായി പ്രവർത്തിക്കുന്ന പല പഞ്ചായത്തുകളുണ്ടെങ്കിൽ പോലും ഇത് രണ്ടും കൂടി ഒന്നിച്ചു ചേരുമ്പോഴാണ് പ്രായമായവരെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നതും കുഞ്ഞു കുട്ടികളോടൊപ്പം കളിക്കാൻ അവർക്കിടെ ഒരു മനസ്സും. ഞാൻ അമ്മയോട് ചോദിക്കുകയുണ്ടായി, ഇവിടെ വന്നിരുന്ന് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഇനി ഒരു 60 വർഷം കൂടി അമ്മയ്ക്ക് ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ടോ? കഴിഞ്ഞ 60 വർഷം ഇങ്ങനെ കഴിഞ്ഞു പോയി, ഇപ്പൊ ഈ തലത്തിൽ നിൽക്കുമ്പോൾ ഒരു 60 വർഷം കൂടി എനിക്ക് ജീവിക്കാമായിരുന്നു എന്നൊരാഗ്രഹമുണ്ടോ എന്ന് ഈ സ്റ്റേജിൽ വരുന്നതിന് മുമ്പേ ഞാൻ ചോദിക്കാനിട വന്നു. അമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ. നമുക്കെപ്പോഴും നെൽകൃഷിക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്. പച്ചക്കറി കൃഷിയൊക്കെ ഇടവിള കൃഷിയായിട്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെയ്യണം. പിന്നെ മറ്റൊന്ന്, ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വിത്തുകളെല്ലാം ശേഖരിച്ച് അങ്ങനെ ഒരു വിത്ത് ബാങ്കിനെ പറ്റി ഒന്നും ഇവിടെ പറഞ്ഞാൽ കേട്ടില്ല. വിത്തുകൾ ഗ്രോ ബാഗ് മാത്രമേ പറഞ്ഞുള്ളൂ. വിത്തുകളൊക്കെ കളക്ട് ചെയ്തും കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇതുണ്ട് പഞ്ചായത്ത് തലത്തിൽ. അപ്പോൾ അത് നിങ്ങൾ അവിടെ റബ്ബർ കർഷകരാണ് കൂടുതൽ. അപ്പോൾ ഒരു മെയിൻ ഇൻകം അല്ല, പക്ഷെ ഒരു സപ്ലിമെന്ററി ഇൻകം എന്നുള്ള നിലയിൽ തേനീച്ച കൃഷി അങ്ങനെയുള്ള സാധ്യതകൾ കൂടി ആലോചിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നെൽകൃഷി ലാഭമല്ല എന്ന് സാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മീൻ കൃഷിയും കൂടി ആ സീസണിൽ നെൽകൃഷി ഇല്ലാത്ത കാലത്ത് മീൻ കൃഷിയും കൂടി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ലാഭം ഉണ്ടാവാൻ പറ്റും.
ഇന്നത്തെ നിങ്ങളുടെ പ്രകടനത്തിന് 50 മാർക്കാണ് ടോട്ടൽ നമ്മുടെ ജഡ്ജസ് ഇന്ന് തരാൻ പോകുന്നത്. അതിനകത്ത് എത്ര മാർക്കാണ് ഓരോ ജഡ്ജും തരുന്നതെന്ന് നമുക്കറിയാം. നമുക്ക് ആദ്യം കണ്ണമാഷിനോട് ചോദിക്കാം. ഈ ഫൈനൽ റൗണ്ടിൽ 2 ഭാഗമായിട്ടാണ് മാർക്ക് ഇടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രകടനത്തിന് 50 മാർക്ക്, പിന്നെ നേരത്തെ നമ്മൾ അവിടെ വന്ന് സന്ദർശിച്ചതും മറ്റു കാര്യങ്ങളും എടുത്തുകൊണ്ട് 50 മാർക്ക്. അപ്പോൾ ഇപ്പോഴത്തെ 50 മാർക്ക് ആദ്യം പറയാം, മറ്റത് പിന്നീട് പറയാം. ഇപ്പോഴത്തെ 50 മാർക്കിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒന്ന്, കരിമ്പയിലെ പഞ്ചായത്തും കുടുംബശ്രീയും അവരുടെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല, അവിടുത്തെ സംസ്കാരവും ജനങ്ങളുടെ കുടിയേറ്റ സംസ്കാരവും അതെല്ലാം കൂടി ഇഴുകിച്ചേർന്ന ഒരു ഭൂപ്രദേശമാണ് അവിടെ. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കിട്ടുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സാധ്യതകൾ കൂടുതലായിട്ട് ആരായണമെങ്കിൽ ഇവിടെ നേരത്തെ ചർച്ചയിൽ വന്നിട്ടുള്ള പോലെ നമ്മൾ ഈ പരമ്പരാഗതമായിട്ടുള്ള ഇതിൽ നിന്നും ആധുനികമായിട്ടുള്ള ഒരു കാർഷിക മേഖലയ്ക്ക് പോകാനുള്ള സമയമായി. അതിൻ്റെ ഒരു സൂചനയാണ് നിങ്ങൾ ഇപ്പം നടത്തി വരുന്ന യന്ത്രവൽകൃതമായിട്ടുള്ള കാര്യങ്ങൾ. അത് തെങ്ങിൻ്റെ കയറ്റത്തിലായാലും ശരി, നടിയിലെ നെൽകൃഷിയുടെ കാര്യത്തിലായാലും ശരി. ഇനി അത് വരാനുള്ളത് ജൈവവളം, ജൈവ കീടനാശിനി, അതിൻ്റെ ഉൽപ്പാദനം, അങ്ങനെയുള്ള മേഖലകളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ പ്രൊഫസർ ടി പി പറഞ്ഞ പോലെ കാർഷികമായ അനുബന്ധമായിട്ടുള്ള മേഖലകളിൽ നിങ്ങളുടെ ആന്തരിക സേവിങ്സ്, ഇന്റേണൽ സേവിങ്സ്, ആൾക്കാർ അംഗങ്ങൾ സ്വരൂപിച്ചു കൂട്ടുന്ന സേവിങ്സ് നല്ലൊരു തുകയാണ്. 6 കോടിയിലധികം ഉണ്ട് അല്ലേ? ചെയർപേഴ്സൺ 6.29 കോടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ആശ്രയം അത്രയും കുറയ്ക്കാം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മൂലധനത്തിൻ്റെ സാധ്യതകൾ ഉണ്ട് എന്ന് ഞാൻ കാണുന്നു. ബാങ്ക് ലിങ്കേജും ഉണ്ട്. ബാങ്ക് ലിങ്കേജിൽ 5 കോടി രൂപയിലധികം ബാങ്ക് ലിങ്കേജ് വായ്പകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഭൂമി ഇല്ലാത്തവർക്കും മറ്റും അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇപ്പോൾ തെങ്ങ് കയറ്റ പരിശീലനം, ഹരിതസേനകളുടെ ഇത്, അതുമായിട്ടുള്ള പിന്നെ തൊഴിലുറപ്പ് പദ്ധതികൾ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മാതിരി അതിൽ നമ്മൾ ആദിവാസി കുടുംബങ്ങളെയും SC വിഭാഗങ്ങളെയും പ്രത്യേകം ശ്രദ്ധിച്ച് ഈ വക കാര്യങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു പോയിന്റാണുള്ളത്. ഞാൻ നേരത്തെ നിശ്ചയിച്ച മാർക്കിൽ നിന്നും 1/2 മാർക്ക് അവസാന നിമിഷം കൂട്ടി. അതിനൊരു പ്രധാന കാരണം ശാരീരിക മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുള്ള ഭിന്നശേഷിയുള്ള അവരുടെ ഒരു സർവേ നിങ്ങൾ നടത്തി. അവരെ കണ്ടുപിടിച്ചു ആരൊക്കെയാണെന്നുള്ളത്. അത് തരംതിരിച്ച് ഇപ്പോൾ 43 പേർക്കെങ്കിലും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും പിന്നെ BRC തുടങ്ങാനും അതിനൊക്കെ പുറമെ മറ്റ് പഞ്ചായത്തുകൾക്ക് അനുകരിക്കാവുന്ന വിധത്തിൽ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതി, അത് വളരെ നല്ലൊരു പദ്ധതിയായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ തോന്നുന്നതാണ്. അത് ഞാൻ ആരെങ്കിലും മറ്റ് പഞ്ചായത്തുകളെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയും. 11,000 രൂപ വീതം ഓരോ കുട്ടിക്കും കൊടുക്കുന്ന ഒരു ഇതുമാതിരിയുള്ള നമ്മുടെ ഭിന്നശേഷിയുള്ള നമ്മുടെ കുട്ടികൾക്കും സഹോദരി സഹോദരന്മാർക്കും ചെയ്യുന്ന സഹായം നമുക്ക് തന്നെ ചെയ്യുന്ന സഹായമാണ്. ഇല്ലെങ്കിൽ അവരെ നോക്കി സംരക്ഷിക്കേണ്ട അതിൻ്റെ രക്ഷകർത്താക്കൾക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉള്ള ഒരു ഇതിനെ കുറെ കൂടെ ദൂരീകരിക്കുക, പങ്കിടുക എന്നുള്ളതിൻ്റെ ആ ഒരു സന്ദേശം അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് 11.5 മാർക്കിൽ നിന്നും 12 മാർക്ക് 15-ൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 15 മാർക്ക് വീതമാണ്. 5 മാർക്ക് വിദഗ്ധനാണ്. അപ്പോൾ എൻ്റെ 15 മാർക്കിൽ 12 മാർക്ക്. നിവേദിത മാം, എത്ര മാർക്കാണ് കരിമ്പയ്ക്ക് നൽകുന്നത്? ചെയർപേഴ്സൺ ബിന്ദു ഇപ്പം നിങ്ങളുടെ റീഇലക്ഷനായി, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒരു സൗഭാഗ്യമാണ്. ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു പ്ലാൻ ഉണ്ടാക്കി അത് എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതൊരു ആലോചിച്ചിട്ട് പോകണം. പിന്നെ നിങ്ങൾക്ക് മൈക്രോ എന്റർപ്രൈസസിൻ്റെ അഭാവമുണ്ട്, അതൊന്ന് നോക്കണം. സ്പെഷ്യലി ആഗ്രോ ബേസ്ഡ് മൈക്രോ എന്റർപ്രൈസസ്, അതിൻ്റെ നല്ല സ്കോപ്പുണ്ട്. എനിക്ക് ആ ഫിലിം കണ്ടിട്ട് മനസ്സിലായി. ഇനി കുറേ ആഗ്രോ ബേസ്ഡ് മൈക്രോ എന്റർപ്രൈസസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യത ഉണ്ട്, അതൊന്ന് നോക്കണം. പിന്നെ നിങ്ങളുടെ ഇനിയൊരു സൗഭാഗ്യം, നല്ലൊരു കൃഷി ഓഫീസർ കിട്ടിയിട്ടുണ്ട്. അത് വളരെ ദുർലഭമാണ്, നല്ല കൃഷി ഓഫീസർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നോളജ്, അദ്ദേഹത്തിൻ്റെ എൻതൂസിയാസം ഒന്നും അത് ഉപയോഗിക്കൂ. അത് ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും ഇതൊരു നല്ല CDS ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ നൽകുന്നത് കരിമ്പ് CDSന്
15-ൽ 10 മാർക്ക്. നമുക്കിനി മിനിമാമിന്റെ മാർക്ക് അറിയാം. 15-ൽ എത്ര മാർക്കാണ് തരുന്നത്? കരിമ്പ CDS ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും. എനിക്ക് പ്രത്യേകം അഭിനന്ദിക്കാനുള്ളത് പഞ്ചായത്തും CDSുമായിട്ടുള്ള ആ ബന്ധത്തെയാണ്. വളരെ നല്ലൊരു ബന്ധത്തിലാണ് നിങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുപോലെ മാഡം പറഞ്ഞതുപോലെ തന്നെ കൃഷി ഓഫീസർ, ലോൺ തരാൻ തയ്യാറായിട്ടുള്ളൊരു ബാങ്ക് എല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്. പുതിയ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുന്നവർ, പുതിയ ഐഡിയ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അവിടെയുണ്ട്. അതിനെ പരമാവധി ഉപയോഗിക്കാൻ CDS ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ സ്ത്രീകളെ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക. അതുപോലെ നമ്മുടെ അക്കൗണ്ടന്റ് കണക്കുകളൊക്കെ കുറച്ചും കൂടി ശക്തമായി എഴുതാൻ തയ്യാറാവുക. കൂടുതൽ സ്ത്രീകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായും ഒരു സാധ്യത അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ഒരു പശ്ചാത്തലം കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ജോലി ചെയ്യാൻ തയ്യാറും സന്നദ്ധതയുമുള്ള സ്ത്രീകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ കരിമ്പ CDS ഇനിയും മുന്നോട്ട് കൂടുതൽ ശക്തമായി, കൂടുതൽ ആസൂത്രിതമായി മുന്നോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നൽകുന്നത് 15-ൽ 11 മാർക്ക്. 15-ൽ 11 മാർക്ക്. ഇനി 5 മാർക്ക് കൂടി ബാക്കിയുണ്ട്. ആ 5-ൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുകയെന്ന് കുഞ്ഞിക്കണ്ണൻ സാറിനോട് ചോദിക്കാം. കരിമ്പ പഞ്ചായത്തിൽ ഒരു ദിവസം പൂർണ്ണമായും ചെലവാക്കിയ അവസരത്തിൽ എനിക്ക് ആ ചർച്ചയിൽ നിന്നും കണ്ടതിൽ നിന്നും മനസ്സിലായ കാര്യം, ഒരു ബേസ് അടിത്തറ രൂപപ്പെടുത്തിയെടുക്കാൻ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇനി വിപുലപ്പെടുത്തിയെടുക്കുകയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാന്നുള്ളതാണ് പഞ്ചായത്തിൽ നിക്ഷിപ്തമായിട്ടുള്ളൊരു പ്രധാന കടമ. അത് കുടുംബശ്രീ മാത്രം ചെയ്യേണ്ടതല്ല, പഞ്ചായത്തിൻ്റെയും വലിയൊരു സഹായം അതിനകത്ത് ഉണ്ടാകണം. കൃഷി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മണ്ണും ഒരു മനസ്സും അവിടെ ഉണ്ട്. അതിനെ നമ്മൾ കുറെ കൂടി ആധുനികമായ രൂപത്തിൽ പുനഃസംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ച് പരമ്പരാഗത തരത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അങ്ങനെ വരുന്ന അവസരത്തിൽ കൃഷി എന്തായാലും ആദായകരമായിട്ട് പലതുകൊണ്ടും മാറും. അതിനുള്ള വലിയ ഒരു സാധ്യതയെ കരിമ്പ പഞ്ചായത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവശേഷിക്കുന്ന 5-ൽ 4 മാർക്ക്. 5-ൽ 4 മാർക്ക്. രണ്ടാം ഘട്ട മത്സരവേദിയിലെ പ്രകടനത്തിന് കരിമ്പ CDS ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് 50-ൽ 37.5. വിധികർത്താക്കളുടെ CDS സന്ദർശനത്തിന്റെയും CDSകൾ ഞങ്ങൾക്ക് സമർപ്പിച്ച രേഖകളുടെയും അടിസ്ഥാനത്തിൽ 50 മാർക്ക് കൂടി കരിമ്പയ്ക്ക് ലഭിക്കാനുണ്ട്. ഈ 50-ൽ എത്ര മാർക്കാണ് ഇവർക്ക് ലഭിക്കുകയെന്ന് കണ്ണൻ മാഷിനോട് ചോദിച്ചു നോക്കാം. ബാക്കിയുള്ള 50 മാർക്ക് 3 ഭാഗമായിട്ടാണ് നമ്മൾ ഭാഗിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് കഴിഞ്ഞ റൗണ്ടിൽ, ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ മാർക്കിൻ്റെ 20% ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അത് ഈ 15 മാർക്കാണ് കരിമ്പയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നീടുള്ളത് സന്ദർശന റിപ്പോർട്ട്, അതായത് ഞാനും കുഞ്ഞിക്കണ്ണൻ മാഷും വന്നതിൻ്റെ അതിൽ 20 മാർക്കിലാണ് ഞങ്ങൾക്ക് മാർക്കിടേണ്ടത്. അതിൽ കിട്ടിയിരിക്കുന്നത് 20-ൽ 14.5 മാർക്ക്, 14.5 മാർക്ക്. അതുകൂടാതെ ബാക്കി 10 മാർക്ക്. ആ 10 മാർക്ക് നിങ്ങൾ സമർപ്പിച്ച എല്ലാ രേഖകളും പരിശോധിച്ച് അതിൽ ഓരോ ഘടകത്തിനും കൊടുക്കുന്ന മാർക്കാണ്. ആ മാർക്ക് 10-ൽ 6.6 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടി കൂട്ടിയാൽ ആദ്യത്തെ ഈ 50-ൽ 36.1 മാർക്ക്. ആദ്യ ഭാഗത്ത് കരിമ്പ CDSന് 50-ൽ 36.1ഉം രണ്ടാം ഭാഗത്ത് 50-ൽ 37.5 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ആകെ കരിമ്പ CDSന് ലഭിച്ചിരിക്കുന്ന മാർക്ക് അറിയാം, 100-ൽ 73.6. അരുതേ അരുതേ ചെങ്ങാതികളെ അരുമമരങ്ങൾ മുറിക്കരുതേ, നാടിനും വീടിനും തണലായി മാറും നന്മമരങ്ങൾ മുറിക്കരുതേ. കരിമ്പയ്ക്ക് തണലായി ഈ നന്മമരങ്ങൾ എന്നും ഉണ്ടാകട്ടെ. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ രണ്ടാം ഘട്ട മത്സരവേദിയിൽ ഇന്ന് കരിമ്പ വിടവാങ്ങുന്നു. മറ്റൊരു CDSുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.